ജൂലൈ 5 ബഷീർ ദിനം. അതുമായി ബന്ധപ്പെട്ട ഒരു കഥയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ബാല്യകാല സഖിക്ക് മതിലുകൾക്കപ്പുറം നിന്ന് പ്രേമലേഖനം കൊടുത്തപ്പോൾ ശബ്ദങ്ങൾ ഉണ്ടാക്കി പാത്തുമ്മാന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇന്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആന പോയിട്ട് ആനപ്പൂടെ പോലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അവൾ കളിയാക്കി. എന്നിട്ട് അവൾ പറഞ്ഞു, എന്റെ വീട്ടിൽ മാന്ത്രിക പൂച്ച ഉണ്ടല്ലോ എന്ന്. ഇത് കേട്ട് ബഷീർ, നീ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് മറുപടി പറഞ്ഞു. ഒരിക്കൽ അവളുടെ ജന്മദിനത്തിന്റെ അന്ന് അവളുടെ ഓർമ്മക്കുറിപ്പ് വായിക്കാൻ ഇടയായപ്പോഴാണ് ബഷീറിന് മനസ്സിലായത് വിശപ്പ് സഹിക്കാനാവാതെ അവൾ മറ്റൊരാളായി മാറിയത്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മൊച്ചീട്ടു കളിക്കാരന്റെ മകൾ പിന്നെ എങ്ങനെയാവാനാണ്? നേരും നുണയും നാടാകെ പരന്നു. ഭൂമിയുടെ അവകാശികൾ ധർമ്മരാജ്യം പണിതു. മരണത്തിന്റെ നിഴൽ വന്നു. മൂടി ഇനി ചെവിയൊക്കുക അന്തിമ കാലത്തിനായി. കൂട്ടുകാരെ, ഇതിൽ ബഷീറിന്റെ 18 കൃതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടെത്തുമല്ലോ. നന്ദി.